ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗോർഡൻ ആൾപോർട്ടിൻ്റെ പേഴ്സണാലിറ്റി തിയറിയാണ്. നമുക്കറിയാം, പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് ഹെൻറി മറെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഗോർഡൻ ആൾപോർട്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി തിയറിയും എന്നുള്ളത്. നമുക്കറിയാം, സൈക്കോളജിയിൽ പേഴ്സണാലിറ്റി എന്നുള്ള പഠനം പ്രധാനമായിട്ടും സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ്, അതുപോലെ തന്നെ ബിഹേവിയറിസ്റ്റ് സമീപനങ്ങൾ അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റ് അപ്രോച്ചുകളൊക്കെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഏകദേശം 1930കളിലാണ് ഗോർഡൻ ആൾപോർട്ടിൻ്റെ ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും ഗോർഡൻ ആൾപോർട്ടിൻ്റെ തിയറീസ് എന്ന് പറയുന്നത് കൂടുതൽ യുണീക്നെസ്സിന് പ്രാധാന്യം, അല്ലെങ്കിൽ വ്യക്തിത്വ ഡിഫറൻസിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ ട്രെയ്റ്റുകൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു തിയറി ആയിരുന്നു ഗോർഡൻ ആൾപോർട്ടിൻ്റെ സമീപനങ്ങൾ എന്ന് പറയുന്നത്. അതുവരെ നിലനിന്നിരുന്ന പ്രധാനമായിട്ട് സൈക്കോ അനാലിസിസ് ആൻഡ് ബിഹേവിയറിസം, ഈ രണ്ട് തിയറീസിനെയും അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. കാരണം ഇത്തരം തിയറീസൊക്കെ തന്നെ കുറേ കൂടി ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസത്തെ പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു. ഒപ്പം തന്നെ കുറേ കൂടി പാസ്റ്റ് ഓറിയൻറ്റഡ് ആയിരുന്നു. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് ഒക്കെ തന്നെ ഡീൽ ചെയ്തിരുന്നത് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള വ്യക്തികളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കണ്ടെത്തലുകളൊന്നും തന്നെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ അഡൾട്ട് പേഴ്സണാലിറ്റിയിൽ നമ്മൾ ജനറലൈസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും, ഒപ്പം തന്നെ ഒരു അഡൾട്ട് പേഴ്സണാലിറ്റി മെച്യൂർ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്, അതൊരിക്കലും എന്തല്ല സൈക്കോ അനാലിസിസ് പറയുന്ന പോലെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു റിഫ്ലക്ഷനോ അല്ലെങ്കിൽ ബിഹേവിയറിസം പറയുന്ന പോലെ പാസ്റ്റ് എക്സ്പീരിയൻസോ അല്ല എന്നതാണ്. പാസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല, ഹ്യൂമൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡൾട്ട് മെച്യൂർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറേ കൂടി ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്, കുറേ കൂടി കോൺഷ്യസ് ആണ് എന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരേ സമയം സൈക്കോ അനാലിസിനെയും ഒപ്പം തന്നെ ബിഹേവിയറിസത്തെ എതിർക്കുകയും കുറേ കൂടി വ്യക്തിത്വത്തിൻ്റെ ഇൻഡിവിജ്വാലിറ്റിക്ക് അല്ലെങ്കിൽ യുണീക്നെസ്സിന് പ്രാധാന്യം കൊടുക്കുകയും കോൺഷ്യസ് എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒപ്പം തന്നെ ഒരു വ്യക്തിയുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രസൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സമീപനമായിരുന്നു ഗോർഡൻ ആൾപോർട്ട് എന്നുള്ളത്. ഗോർഡൻ ആൾപോർട്ട് 1937 പേഴ്സണാലിറ്റി സൈക്കോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ളൊരു ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. പ്രധാനമായിട്ടും അതുവരെ നിലനിന്നിരുന്ന എല്ലാ ധാരകളെയും അല്ലെങ്കിൽ എല്ലാ അപ്രോച്ചുകളെയും അദ്ദേഹം എതിർക്കുകയും ഒരു പുതിയൊരു തിയറി തന്നെ മനഃശാസ്ത്രത്തിൽ പേഴ്സണാലിറ്റി സൈക്കോളജിയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും പേഴ്സണാലിറ്റിയുടെ പഠനത്തിലെ ബൈബിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ബുക്കിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിലനിന്നിരുന്ന എല്ലാ ധാരകളും പ്രധാനമായിട്ടും സൈക്കോ അനാലിസിസും ബിഹേവിയർസൊക്കെ തന്നെ വളരെ അപക്വമായിട്ടാണ് പേഴ്സണാലിറ്റിയെ കൈകാര്യം ചെയ്തിരുന്നത്. സൈക്കോ അനാലിസിൻ്റെ പല മെത്തേഡ്സും തന്നെ ശാസ്ത്രീയപരമായിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം വളരെ അക്യുറേറ്റ് ആയിട്ട് വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സമീപനമായിരുന്നു സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റിയിൽ അദ്ദേഹം കാണിച്ചിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശാസ്ത്രീയപരമായിട്ട് അക്യുറസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾക്ക് പറ്റി എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾക്ക് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടിവേഷൻസിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പിന്നെ ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ സൈക്കോ അനാലിസിൻ്റെ ഒക്കെ തന്നെ ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളായിരുന്നു പലതും എന്ത് ചെയ്തിരുന്നത്, നമ്മൾ ജനറലൈസ് ചെയ്യപ്പെട്ടിരുന്നത് അല്ലേ. സിഗ്മണ്ട് ഫ്രോയിഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള വ്യക്തിയിലെ പഠനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ, കേസ് സ്റ്റഡീസ് ആയിരുന്നു അദ്ദേഹം എന്ത് ചെയ്യുന്നത് നോർമലായിട്ടുള്ള അഡൾട്ടിൽ ജനറലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഇദ്ദേഹം അതിനെ എതിർക്കുകയുണ്ടായിരുന്നു. ഇദ്ദേഹം കുറേ കൂടി ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു ന്യൂറോട്ടിക് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഇല്ലാത്ത ആൾക്കാരിലുള്ള പഠനങ്ങൾക്കാണ് ഇദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇമ്മെച്യൂർ ആണ്. അതായത് അവർ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള വളരെ ഇമ്മെച്യൂർ ആയിട്ടുള്ള മെൻ്റൽ സ്റ്റേറ്റ് ആണ്. അഡൽട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ്ലി അല്ലെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരിക്കലും മനുഷ്യന് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിൻ്റെ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ അനുഭവങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ അല്ല അഡൽട്ട് മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ ജനറലൈസ് ചെയ്യുന്നതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു.
ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസം, ഫ്രോയിഡ് പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുത്തായിരുന്നു ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് 5 വയസ്സിന് മുൻപ് ഉണ്ടാകുന്ന കുട്ടിക്കാലത്തെ അനുഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം അതിനെ ശക്തമായിട്ട് എതിർക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബിഹേവിയറിസം ആണെങ്കിലും പാസ്റ്റ് എക്സ്പീരിയൻസുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വ്യക്തികളും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് അല്ല, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അഡൾട്ട് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതുകൊണ്ട് തന്നെ ഇമോഷണലി ഹെൽത്തി ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ ഒരിക്കലും തന്നെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജനറലൈസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതും ഹിസ്റ്റോറിക്കൽ ഡിറ്റർമിനിസത്തെ ഇത് എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഗോർഡൻ ആൽപോർട്ടിൻ്റെ ഒരു തിയറിയുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരുന്നു ഇദ്ദേഹം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെഫിനിഷൻ ഓഫ് പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റിയെ വളരെ കൃത്യതയോട് കൂടിയിട്ടും ഒപ്പം തന്നെ വളരെ വ്യക്തമായിട്ടും ഫോർമലായിട്ടും ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് ഗോർഡൻ ആൽപോർട്ട്. ഇദ്ദേഹം ഡിഫൈൻ ചെയ്തത് പേഴ്സണാലിറ്റി ഇസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ഇൻഡിവിജ്വൽ ഓഫ് ദോസ് സൈക്കോഫിസിക്കൽ സിസ്റ്റം ദാറ്റ് ഡിറ്റർമൈനിങ് ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആയിരിക്കും ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ ചിന്തയും പെരുമാറ്റത്തെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മെൻ്റൽ പ്രോസസ്സിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ നിർണ്ണയിക്കാനും ശേഷിയുള്ള ഒരു വ്യക്തിയുടെ സൈക്കോഫിസിക്കൽ ആയിട്ടുള്ള സിസ്റ്റത്തെയാണ്, അല്ലെങ്കിൽ സൈക്കോഫിസിക്കൽ സിസ്റ്റത്തിലുള്ള ഡൈനാമിക് ഓർഗനൈസേഷൻസിനെയാണ് അദ്ദേഹം എന്ത് വിളിച്ചത്, പേഴ്സണാലിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ഇത് വളരെ ഡെപ്തായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം കൃത്യതയോടുകൂടിയുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പൊതുവെ കണക്കാക്കാം. ഇത് അദ്ദേഹത്തിൽ പറഞ്ഞ ഡൈനാമിക് ഓർഗനൈസേഷൻ എന്ന് അദ്ദേഹം വിളിച്ചത്. ഇതിൽ ഓരോ ടേമിന് വളരെ കൃത്യതയോടുകൂടി നമ്മൾ സാധാരണ ഒരു ഡെഫിനേഷൻ സൂചിപ്പിക്കുന്നത്, ഡെഫിനേഷൻസിൽ യൂസ് ചെയ്യുന്ന ഓരോ വേർഡിനും അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആ ഒരു ഡെഫിനേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡൈനാമിക് ഓർഗനൈസേഷൻ, അതാണ് ഈ ഡൈനാമിസം എന്നതിനെ സൂചിപ്പിക്കുന്നത്. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റമില്ലാത്ത ഒന്നല്ല. അത് എന്ത് ചെയ്യുന്ന, അതൊരു ഗ്രൗവിങ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യുന്ന, കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രൗവിങ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഗ്രൗത്തുള്ള ഒന്നാണ് എന്നുള്ളതാണ്. ഗ്രൗത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ റാൻഡം ആയിട്ടുള്ള ഗ്രൗത്ത് അല്ല, അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അത് വളരെ സിസ്റ്റമാറ്റിക്കലാണ്, അപ്പോൾ തന്നെ ഓർഗനൈസ്ഡ് ആണ്. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഗ്രൗത്ത് അല്ല, റാൻഡം ആയിട്ടുള്ള ഗ്രൗത്ത് അല്ല, അല്ലെങ്കിൽ ഷിഫ്റ്റ് അല്ല, അല്ലെങ്കിൽ ഒരു ചേഞ്ച് അല്ല, അല്ലാതെയുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. സൈക്കോഫിസിക്കൽ സിസ്റ്റം എന്ന് തന്നെ പറയുന്നത് ഒരേ സമയം ഈ പറഞ്ഞ പോലെ മൈൻഡ് ആൻഡ് ബോഡി അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടും മെൻ്റലി ആയിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻസ് ആണ് ഈ ഒരു ഡൈനാമിക് ഓർഗനൈസേഷനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡിറ്റർമിനേറ്റീവ് ആയിരുന്നു അല്ലേ, കാരണം നമ്മുടെ ചിന്തകളെയും നമ്മുടെ ബിഹേവിയറിനെയൊക്കെ തന്നെ ഗൈഡ് ചെയ്യുന്നത് ഈ ഒരു പേഴ്സണാലിറ്റിയാണ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട്. സാധാരണ ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി അല്ലെങ്കിൽ ടിപ്പിക്കലി നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മൾ തോട്ട് പ്രോസസ്സും നമ്മുടെ ബിഹേവിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസുമാണ് ഇത് ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട്. അത് സാധാരണ നമ്മുടെ ടിപ്പിക്കാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ യൂഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മെൻ്റൽ പ്രോസസ്സിനെയാണ് അദ്ദേഹം ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ചിന്തകളെയും പെരുമാറ്റത്തെയും അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെയും മെൻ്റൽ പ്രോസസ്സിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാൻ സാധിക്കുന്ന സൈക്കോഫിസിക്കലായിട്ടുള്ള സിസ്റ്റങ്ങളുടെ ഡൈനാമിക് ഓർഗനൈസേഷനാണ്. ഡൈനാമിക് ഓർഗനൈസേഷനാണ്, അഥവാ അത് ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് അല്ല എന്ന് അർത്ഥം. അപ്പോൾ ഇതാണ് അദ്ദേഹം പേഴ്സണാലിറ്റിയെ നിർവചിച്ചിരുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നതാണ്, സൈക്കോഫിസിക്കലാണ്, ഒപ്പം തന്നെ ഡിറ്റർമിനേറ്റീവ് ആണ്, ക്യാരക്ടറിസ്റ്റിക്സ്, ബിഹേവിയർ ആൻഡ് തോട്ട് എന്നുള്ളതാണ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ പേഴ്സണാലിറ്റിയെ വളരെ കൃത്യതയോടുകൂടി നിർവചിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ തിയറി തന്നെ പ്രാധാന്യം കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ യുണീക്ക്നെസ്സിനായിരുന്നു, വ്യക്തിയുടെ യുണീക്ക്നെസ്. അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിത്വം വളരെയധികം യുണീക്ക് ആവുന്നത് അത് ഡൈനാമിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആയതുകൊണ്ടാണെന്നുള്ളതാണ്. അഥവാ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാവരും സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഒരുപോലെ ആയിരിക്കും. ഇത് നമ്മുടെ സൈക്കോഫിസിക്കൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും തമ്മിലുള്ള നമ്മുടെ എക്സ്പീരിയൻസുകൾ, ഇൻറ്ററാക്ഷൻസ് ഒക്കെ തന്നെ സൈക്കോഫിസിക്കൽ സിസ്റ്റത്തിന് ഡൈനാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്നുള്ള ആ ഒരു കൺസ്ട്രക്റ്റിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും വളരെ യുണീക്കാണ്, വളരെ ഡിഫറെൻ്റ് ആണ് എന്നതാണ്. ഒരേ സമയം തന്നെ ഇദ്ദേഹത്തിൻ്റെ തിയറി
ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെൻറ്റിനെ ഒരുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ടും ഒരു പേഴ്സണാലിറ്റി ഡൈനാമിസം എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹെറിഡിറ്ററി റോ മെറ്റീരിയൽ ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അഥവാ ഒരു വ്യക്തിയുടെ ഫിസിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഹെറിഡിറ്ററി ആണ്. നമ്മുടെ എൻവയോൺമെൻറ്റൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിന് അതിന് ചെറിയ രീതിയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടുതൽ പ്രാധാന്യം ഹെറിഡിറ്ററിക്കായിരുന്നു. ഹെറിഡിറ്ററി ഉള്ളത് കൊണ്ടാണ് ഓരോ വ്യക്തികളും ഇത്രയധികം ഡിഫറൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയധികം വേരിയൻസ് പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഫിനിറ്റി നമ്പർ ഓഫ് ജനറ്റിക് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. നമ്മളൊരു ഹെറിഡിറ്ററി എന്ന് പറയുമ്പോൾ അതിന് ജനറ്റിക് കമ്പോണൻസിൽ വരുന്ന ഫീച്ചേഴ്സ് ആണല്ലോ. അപ്പോൾ അതിൽ വളരെ ഇൻഫിനിറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻസ് നമുക്ക് പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ്. ഈവൻ മോണോസൈഗോട്ടിക് ആയിട്ടുള്ള കുട്ടികൾ പോലും അവരുടെ പേഴ്സണാലിറ്റിയിൽ ഡിഫറെൻ്റ് ആണ്. കാരണം അതിന് കാരണം ഒരു വ്യക്തിയുടെ അതേ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യില്ല. ആ ഒരു കുട്ടിക്ക് മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ. സിമിലാരിറ്റി കാണാൻ വേണ്ടി പറ്റും ജനറ്റിക് കോഡിൽ. അത്തരം ജനറ്റിക് കോഡിൽ വരുന്ന അല്ലെങ്കിൽ സിമിലാരിറ്റീസ് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റിയിലും കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒരു വ്യക്തിയുടെ ഹെറിഡിറ്ററിക്കാണ് പേഴ്സണാലിറ്റിയെ നിർവചിക്കുന്നതിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയെ ഗൈഡ് ചെയ്യുന്നതിൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ചൈൽഡ്ഹുഡിനെയും അഡൾട്ടിനെയും വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ രണ്ട് അവസ്ഥയായിട്ടാണ് ഇദ്ദേഹം കണ്ടിരുന്നത് എന്നുള്ളതാണ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബയോളജിക്കൽ ഏർജസ് ആണ് നമ്മളെ കൂടുതൽ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അതൊട്ടും മെച്യൂർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത് മെച്യൂർ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. അഡൾട്ട്ഹുഡ് ഒരിക്കലും ചൈൽഡ്ഹുഡിനെ ഡിറ്റർമൈൻ ചെയ്തല്ല, അല്ലെങ്കിൽ ഒരാളുടെ അഡൾട്ട് മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൻ്റെ അടിമകളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ കൂടി അത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറീസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് ട്രേറ്റ് തിയറി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ട്രേറ്റ് എന്ന് നോക്കാം. ഇദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ തോട്ടിനെ അല്ലെങ്കിൽ ഇമോഷൻസിനെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സ്ഥിരമായിട്ടുള്ള ക്വാളിറ്റീസോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് ഇദ്ദേഹം എന്തെന്ന് വിളിക്കുന്നത്, ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. അഥവാ ഈ പറഞ്ഞ പോലെ അത് അക്രോസ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഓവർ ടൈം വ്യത്യസ്ത സിറ്റുവേഷൻസിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിലോ ഒക്കെ തന്നെ നമ്മുടെ ചിന്തയെയും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെയും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ തന്നെ സ്വാധീനിക്കാൻ ശേഷിയുള്ള സ്ഥിരമായിട്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മുടെ ക്വാളിറ്റീസോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് അദ്ദേഹം ട്രേറ്റ് എന്ന് വിളിച്ചത്. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഒരാൾ പ്രോ സോഷ്യൽ ആണെന്ന് പറയും, അല്ലെങ്കിൽ ഒരാൾ എക്സ്ട്രോവേർട്ടഡ് ആണെന്ന് പറയുന്നതൊക്കെ ട്രേറ്റുകളാണ്. ഇതൊക്കെ തന്നെ ഈ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ആ വ്യക്തി ഒരുപോലെ ബിഹേവ് ചെയ്യുമ്പോൾ എന്ന സമയങ്ങളിലാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിക്കുക, എക്സ്ട്രോവേർട്ടഡ് അല്ലെങ്കിൽ സോഷ്യബിൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രോ സോഷ്യൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്ത് വിളിക്കുന്ന ഇമോഷണൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വ്യക്തി ഇമ്പൾസീവ് എന്നൊക്കെ വിളിക്കുന്നത്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ നമ്മൾ മറ്റൊരാളിൽ ചാർത്തി കൊടുക്കുന്നത് അക്രോസ് സിറ്റുവേഷൻ. ഒരു വ്യക്തി ഒരു സിറ്റുവേഷൻസിൽ ദേഷ്യപ്പെട്ടു, ആ സിറ്റുവേഷൻസിൽ മാത്രമല്ല വേറെ സിറ്റുവേഷൻസിലും ദേഷ്യപ്പെട്ടു, അങ്ങനെയാണ് ആ ഒരു വ്യക്തിയെ നമ്മൾ അഗ്രസീവ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥായി ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ്ലി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിക്കുമ്പോഴാണ് നമ്മളതിനെ ട്രേറ്റ് എന്ന് വിളിക്കുക. ഇത് ഈ പറഞ്ഞ പോലെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ട്രേറ്റ് അല്ല, കുറേ ട്രേറ്റുകൾ കൂടുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി കംപ്ലീറ്റ് ആവുന്നത്. ഇതിന് ഇദ്ദേഹം ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് പേഴ്സണാലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒരു പേഴ്സണാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്കുകളാണ്, ബിൽഡിംഗ് ബ്ലോക്കുകൾ. നമ്മുടെ സെല്ലിനെ പറയുന്ന പോലെ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ സെൽ എന്ന് പറയുന്നത് അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അപ്പോൾ അതുപോലെ ഒരുപാട് അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റിനെ അദ്ദേഹം ട്രേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത്തരം സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു സിറ്റുവേഷൻസിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹം പ്രധാനമായിട്ടും 3 ടൈപ്പ് ഓഫ് ട്രേറ്റാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ട്രേറ്റാണ് കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത്. കാർഡിനൽ ട്രേറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നമ്മൾ ആ ഒരു വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു പേഴ്സണാലിറ്റി ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേറ്റാണ് കാർഡിനൽ ട്രേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അഥവാ അതൊരു വ്യക്തിയിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ട്രേറ്റ് ആയിരിക്കും. അത് ഈ പറഞ്ഞ പോലെ ആ ഒരു
ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു വ്യക്തിയെ നിർവചിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മദർ തെരേസ വളരെ അൾട്രോയിസം ഉള്ള ഒരു ക്യാരക്ടറാണ് അല്ലേ? അൾട്രോയിസം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു സോഷ്യൽ റിഫോമറാണ് മദർ തെരേസ. അപ്പോൾ നമ്മൾ മദർ തെരേസയെ പേഴ്സണാലിറ്റിയെ നമ്മൾ നിർവചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് വരിക അദ്ദേഹം ആൾട്രോയിസ്റ്റിക് ആണ് അല്ലെങ്കിൽ വളരെ എമ്പതിയാണുള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയിൽ ഏറ്റവും ഡോമിനൻ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് അദ്ദേഹം വിളിച്ചത്. നെക്സ്റ്റ് ട്രൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ ട്രൈറ്റ് ആണ്. ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ നിർവചിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് കൂടുമ്പോഴാണ് സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ചില വ്യക്തികളിൽ സത്യസന്ധരാവാം, അല്ലെങ്കിൽ വളരെയധികം സോഷ്യബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കരാവാം. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് നമുക്കൊരു വ്യക്തിയിൽ ചാർത്തി കൊടുക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ക്യാരക്ടറിലെ കാണിക്കുക, ഒരുപാട് ക്യാരക്ടർ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടറിനെയാണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് പറഞ്ഞ പോലെ പലപ്പോഴും മോഡിഫിക്കേഷന് വിധേയമാണ്. പലപ്പോഴും എൻവയോൺമെൻറ്റൽ എക്സ്പോഷറൊക്കെ കൊണ്ടൊക്കെ സെൻട്രൽ ട്രൈറ്റ് എന്ന് പറയുന്നത് ഈസിലി നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത് കുറേ കൂടി സ്റ്റേബിളാണ്. അത് ഈ പറഞ്ഞ പോലെ വളരെ ഒരു വ്യക്തിയെ നിർവചിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ആ ഒരു ക്യാരക്ടറായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറേ കൂടി ഡോമിനൻ്റ് ആയിട്ടുള്ളതാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത് ഒരു വ്യക്തിത്വത്തെ നമ്മൾ പറയുമ്പോൾ, ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു 5, 6, 7 ഒക്കെ ക്വാളിറ്റീസ് നമുക്ക് പറയാനുണ്ടാവും ആ ഒരു വ്യക്തിയെക്കുറിച്ച്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി സോഷ്യബിളാന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രോ സോഷ്യലാന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ വളരെ റെസ്പോൺസിബിളാന്ന് പറയാം, അല്ലെങ്കിൽ വളരെ അസേർട്ടീവാന്ന് പറയാം. ഇങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസുകൾ നമുക്ക് പറയാനുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് കുറേ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഒരു 8, 10 ക്വാളിറ്റീസ്, പക്ഷേ അത് ഒരേ സമയം ആ ഒരു പേഴ്സണാലിറ്റിയെ നിർവചിക്കുന്നതിൽ പ്രാധാന്യമുണ്ട്. ആ ഒരു വ്യക്തിക്കുള്ള ക്വാളിറ്റീസാണ് ഈ വളരെ ഈസിലി ഷേപ്പ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, എന്നാൽ കുറേ കൂടി അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇത്തരം ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അതാണ് സെൻട്രൽ ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ട് മാത്രം അപ്പിയർ ആവുന്ന ക്യാരക്ടറിസ്റ്റിക്സുകളാണ് സെക്കൻഡറി ആയിട്ട് വരുന്നത്. സെക്കൻഡറി ഫോർ എക്സാമ്പിൾ നമുക്ക് ഏതെങ്കിലും ഭക്ഷണത്തിനോട് വരുന്ന താല്പര്യങ്ങൾ, ഇതൊന്നും തന്നെ ഒരു വ്യക്തിയെ നിർവചിക്കുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല അല്ലേ? അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നെർവസ്നെസ് ഡ്യൂറിങ് പബ്ലിക് സ്പീക്കിംഗ്, നമുക്കൊരു പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും നെർവസ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ തന്നെ ആ ഒരു വ്യക്തിയെ നിർവചിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൽ അത്ര പ്രാധാന്യമില്ല. ആ ഒരു വ്യക്തി പബ്ലിക് സ്പീക്കിംഗ് എല്ലായിടത്തും വന്നുകൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നെർവസ്നെസ് ആവണമെന്നില്ല. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു ഫുഡ് ടേസ്റ്റ് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ഭക്ഷണത്തോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയെ നിർവചിക്കുന്നതിൽ അത്ര പ്രാധാന്യമൊന്നുമില്ല. ചില സമയത്ത് അയാൾ അങ്ങനെ ചില ഭക്ഷണത്തോട് താല്പര്യമൊക്കെ ഉണ്ടാവും, ചില സമയത്ത് ആ ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല, അത്രയേ ഉള്ളൂ. അത് അത്ര ഒരു സെക്കൻഡറി ആയിട്ടുള്ള പ്രാധാന്യം അതിനുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ലീസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ളത് കാർഡിനലും പിന്നെ സെൻട്രലും പിന്നെ ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് സെക്കൻഡറി ട്രൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി ട്രൈറ്റ്സിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ പോലെ ഫുഡിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കിനോടുള്ള പ്രിഫറൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്ത്രത്തോടുള്ള ഇഷ്ടം. ഇതൊക്കെ തന്നെ ഒരു വ്യക്തിയെ നിർവചിക്കുന്നതിൽ അത്ര തന്നെ അല്ലെങ്കിൽ ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ പറയുന്നത് മോഡേൺ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത് അതൊരു ഒരു ക്യാരക്ടറല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പക്ഷേ ആ ഒരു പേഴ്സണാലിറ്റിയെ നിർവചിക്കുന്നതിൽ ഇത്തരം ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഇത്തരം അനിഷ്ടങ്ങളൊക്കെ തന്നെ ലീസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് വിളിക്കുന്നത്. ഫങ്ഷണൽ ഓട്ടോണമി അദ്ദേഹം പറയുന്നത് പല തിയറീസിൻ്റെയും പല ലിമിറ്റേഷനായിട്ട് പറയുന്നത് നമ്മുടെ ഏതൊരു ബിഹേവിയറും ഫങ്ഷണൽ ഓട്ടോണമി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ പല എക്സ്റ്റേണൽ ആയിട്ടുള്ള സമ്മർദ്ദങ്ങൾ മൂലം അല്ലെങ്കിൽ ചില ബേസിക് നീഡ്സിൻ്റെ ഒക്കെ ഫലമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിഹേവിയറിൻ്റെ കോസ്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ പിന്നെ നമ്മൾ അഡൾട്ട് ലൈഫിലും അതിൻ്റെ കോസ് ഇത്തരം എക്സ്റ്റേണൽ ആയിട്ടുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ബേസിക് നീഡ് മൂലം ചെയ്യുന്നതുമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പറഞ്ഞാൽ കുറേ കൂടി മനസ്സിലാവും. ഒരു കുട്ടി ചെറിയ കുട്ടി സ്കൂളിംഗ് സമയത്ത് പഠിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് റീഡ് ചെയ്യുന്നത്
പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില സമ്മർദ്ദങ്ങൾ മൂലം അല്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ ആ കുട്ടി വലുതാവുന്ന സമയത്ത് അല്ലെങ്കിൽ അഡൽട്ട് പേഴ്സണാലിറ്റി ഒരു ബുക്ക് റീഡിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു കുട്ടി ടീച്ചേഴ്സിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സമ്മർദ്ദമോ അല്ല, ക്യൂരിയോസിറ്റി കൊണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ജെന്യുവിനായിട്ട് വരുന്ന അംബീഷൻസ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് അത് വായിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുടെയും ഒറിജിൻസ് ഈ പറഞ്ഞ പോലെ പാരൻ്റലായിട്ടുള്ള സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില സമ്മർദ്ദങ്ങളോ അല്ലെങ്കിൽ ബേസിക് നീഡൊക്കെ ആയിരിക്കാം. പക്ഷേ അഡൽട്ട് ലൈഫിൽ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ്. ചൈൽഡ്ഹുഡ് ഒറിജിനിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള റീസൺ ആണ് അല്ലെങ്കിൽ മോട്ടിവേഷനാണ് ഒരു വ്യക്തി ആ ഒരു ബിഹേവിയർ അഡൽട്ടിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത് അഡൽട്ട് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടിക്കാലത്ത് നമ്മളേതെങ്കിലും വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് പേരൻസിൻ്റെ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ പേരൻസിന് അടി കിട്ടുമെന്ന് പേടിച്ചിട്ടാണെങ്കിലും അഡൽട്ടിൽ ചെയ്യുന്നത് അങ്ങനെയല്ല. അല്ലെങ്കിൽ നമ്മളൊരു മ്യൂസിക് പഠിക്കുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മത്സരത്തിന് നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സ്കൂളിംഗ് സമയത്തൊക്കെ ഒരു പാട്ട് പഠിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതോ. പക്ഷേ അത് പിൽക്കാലത്ത് അത് ചെയ്യുന്നത് ഏതെങ്കിലും റിവാർഡ് പ്രതീക്ഷിച്ചിട്ടായിരിക്കണം എന്നില്ല. അതൊരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്തായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ പുറത്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി അഡൽട്ട്ഹുഡിൽ കാണിക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അഡൽട്ട്ഹുഡിൽ ചെയ്യുന്ന ഒരു ബിഹേവിയർ, ഒരു ആക്ഷൻ, ഒരു മെൻ്റൽ പ്രോസസ്സിനെ നമ്മൾ ഒരിക്കലും ചൈൽഡ്ഹുഡ് ഒറിജിനുമായിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത്. അത് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ്. നമ്മൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ടോട്ടലി ബൈ മോട്ടിവേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റീസണാണ് നമ്മൾ ഓരോ ചെയ്യുന്ന പ്രവർത്തികൾക്കും അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സുകൾക്കും പുറകിൽ എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫങ്ഷണൽ ഓട്ടോണമി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വ്യക്തിയുടെ ബേസിക് നീഡ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചില പ്രഷറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചൈൽഡ്ഹുഡിൽ ചെയ്യുന്ന പല ബിഹേവിയറും എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് പിന്നീട് അത് നിലനിൽക്കുന്നതിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അത് വ്യക്തിയുടെ വാല്യൂ, ബിലീഫ്, ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഗോളിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരു വ്യക്തിയിൽ നിലനിൽക്കുന്നത് എന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ ഓട്ടോണമി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഓട്ടോണമി, 2 ടൈപ്സ് ഓഫ് ഫങ്ഷണൽ ഓട്ടോണമിയാണ് അദ്ദേഹം പറഞ്ഞത്. ലോ ലെവലും അതുപോലെ തന്നെ ഹൈ ലെവലും. ലോ ലെവൽ ഓഫ് ഫങ്ഷണൽ ഓട്ടോണമിയാണ് സാധാരണ പെർസെവറേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. അഥവാ നമ്മൾ സാധാരണഗതിയിൽ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റുട്ടൈൻ ആയിട്ടുള്ള ചെയ്യുന്ന ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ലോ ലെവൽ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ബിഹേവിയേഴ്സ് ഒക്കെയാണ് പെർസെവറേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്രവൃത്തി പ്രധാനമായിട്ടും അഡിക്ഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ആക്ഷൻ നമ്മൾ ഹാബിച്വലായിട്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയാണ് ഈ ഒരു ഫങ്ഷണൽ ഓട്ടോണമി സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് റിവാർഡൊന്നും അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു എന്താണ് ഒരു ഗോളൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു പർപ്പസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പെർസെവറേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് സ്മോക്കിംഗ് ഒരു ഹാബിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇനീഷ്യലി നമുക്കത് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നത് അതൊരു പെർസെവറേറ്റീവ് ഫങ്ഷണൽ ഓട്ടോണമിയാണ്. അത് നമ്മൾ ചെയ്തത് കൊണ്ട് വീണ്ടും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം പറയുന്നത് ഇതിന് വലിയ പ്രാധാന്യമല്ല. പ്രധാനമായിട്ടും അപ്രോപ്രിയേറ്റ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്ന സെക്കൻഡ് ലെവൽ, ഇത് കുറേ കൂടി ഹൈ ലെവലാണ്. അഥവാ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ വാല്യൂസ്, നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഡയറക്ഷൻ, നമ്മുടെ ബിലീഫുമായൊക്കെ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ഇമേജുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഫങ്ഷണൽ ഓട്ടോണമിയാണ് അപ്രോപ്രിയേറ്റ് ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തി നമ്മളൊരു സംഗീതം പഠിക്കുക, അതൊക്കെ ഒരു അഡൽട്ട് മെച്യൂർ ആയിട്ടുള്ള ഫങ്ഷണൽ ഓട്ടോണമിയാണ്. നമുക്ക് ചൈൽഡ്ഹുഡായിട്ട് പാരൻ്റലായിട്ടുള്ള സമ്മർദ്ദം കൊണ്ട് പഠിക്കുന്നതാണെങ്കിൽ പോലും പിന്നീട് അത് നമ്മുടെ ഒരു വ്യക്തിത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെൽഫ് ഇമേജിൻ്റെ ഭാഗമായിരിക്കും. സംഗീതം എന്ന് പറയുന്നത് നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ വ്യക്തിത്വത്തെക്കുറിച്ച് വേറെ ആൾ ഓർക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും അവർ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഒരു സെൽഫ് ഇമേജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു വാല്യൂയുടെ അല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ ഒക്കെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചില ബിഹേവിയേഴ്സൊക്കെ ഇപ്പോൾ ഒരു വ്യക്തി നന്നായിട്ട് അത്ലറ്റിക് ആയിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ അപ്രോപ്രിയേറ്റ് ഫങ്ഷണൽ ഓട്ടോണമിയാണ്. പ്രോപ്രിയം എന്നുള്ള
ടേം അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത് പേഴ്സണാലിറ്റിയുടെ ഒരു കോർ കമ്പോണൻ്റ് ആയിട്ടാണ്. അഥവാ അതൊരു വ്യക്തിയുടെ സെൽഫ് ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീം, സെൽഫ് ഇമേജ് ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഈഗോയാണ് അദ്ദേഹം ഓപ്രിയം എന്ന് നിർവചിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫീച്ചേഴ്സ് ഓഫ് മെച്യൂർ പേഴ്സണാലിറ്റി ആയിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളുടെ മെച്യൂർ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡൽട്ട്ഹുഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ മെച്യൂറാണ്. അത് ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ചൈൽഡ്ഹുഡ് ആണ് എന്നുള്ളതാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഒക്കെ പറഞ്ഞ പോലെ ചൈൽഡ്ഹുഡ് അല്ല അഡൽട്ട് പേഴ്സണാലിറ്റിയെ നിയന്ത്രിക്കുന്നത്. അഡൽട്ട് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണലി സെക്യൂർ ആയിട്ടുള്ള വ്യക്തികളിൽ മെച്യൂർ ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കും കാണിക്കുക. ഇനി ഇൻസെക്യൂർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ന്യൂറോട്ടിക് ആയിട്ടുള്ള, ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ മാത്രമേ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള ഒറിജിൻസ് ലേറ്റർ ലൈഫിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അഡൽട്ട് മെച്യൂർ ഹെൽത്തി ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ്. ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കപ്പാസിറ്റി ഫോർ സെൽഫ് എക്സ്റ്റൻഷൻ ആണ്. അവർക്ക് വളരെ ബ്രോഡായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഇൻട്രസ്റ്റുകളും അഭിരുചികളും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ വാമായിട്ടുള്ള റിലേഷൻഷിപ്പ്, മറ്റുള്ള ആൾക്കാരുമായിട്ട് വാമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അവർ ഇമോഷണലി സെക്യൂർ ആയിരിക്കും എന്നുള്ളതാണ്. അവർക്ക് സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റിയലിസ്റ്റിക് പെർസെപ്ഷൻ ഓഫ് ലൈഫ് ഉണ്ടാവും. അവരുടെ വ്യക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ അബദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മിസ്പെർസെപ്ഷൻസ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല. വളരെ യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ടുള്ള കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർ സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. അഥവാ ഉദ്ദേശിക്കുന്നത് അവർക്ക് അവരെക്കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇൻസൈറ്റും അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അഥവാ അവർക്ക് അവരെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള സ്കില്ല്, എബിലിറ്റി അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂണിഫൈങ് ഫിലോസഫി ഓഫ് ലൈഫ് എന്നുള്ളതാണ്. അവർക്കൊരു ഫിലോസഫി ഓഫ് ലൈഫ്, ഒരു വാല്യൂം, അതുപോലെ തന്നെ ഒരു ലക്ഷ്യബോധമൊക്കെ തന്നെ അവർക്കുണ്ടാവും. ജീവിതത്തിനൊരു താളവും റിതമൊക്കെ അവർക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ തിയറീസിൽ വരുന്നത്. താങ്ക് യു.